ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്തെ ചോരയിൽ കുളിച്ച ഒരു യുദ്ധഭൂമി. ചുറ്റും വലിയ വെടിയൊച്ചകളും പീരങ്കി ശബ്ദങ്ങളും മുഴങ്ങുന്നു. സൈനികർ ജീവൻ പണയം വെച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഭയാനകമായ ഒരു സാഹചര്യം. അതെ. എന്നാൽ ആ സൈനികരുടെ കൈകളിലെ യുദ്ധക്കുടികളിൽ എന്താണ് വരച്ചുവെച്ചിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗർജിക്കുന്ന ഒരു സിംഹമോ അല്ലെങ്കിൽ റാഞ്ചാൻ വരുന്ന കഴുകനോ മൂർച്ചയേറിയ വാളോ ഒന്നുമല്ല. അല്ല, അവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ കാര്യമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ, ചോരയൊലിക്കുന്ന വളരെ മൃദുലമായ ഒരു ഹൃദയത്തിന്റെ ചിത്രം. അതായത് സ്നേഹത്തിന്റെയും ആത്മീയമായ സമാധാനത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമായ ഒരു ചിഹ്നം. അതെ, ആ ചിഹ്നം എങ്ങനെയാണ് വലിയൊരു യുദ്ധത്തിന്റെ ആയുധമായി മാറിയത് എന്നതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ശരിയാണ്. 19-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സെന്റ് മൈക്കൽ ഗാരി കോയിറ്റ്സ് എന്ന വ്യക്തിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ ആത്മീയ കത്തുകൾ, പിന്നെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഈ പറയുന്ന തിരുഹൃദയം അഥവാ സേക്രഡ് ഹാർട്ട് ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയ ചരിത്രം. അതിനൊപ്പം തന്നെ ഈ 2025-ൽ, അതായത് ഈ അടുത്ത കാലത്ത് നമ്മെ നടുക്കിയ ചില വാർത്തകൾ കൂടി നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ വിശകലനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ചും നിങ്ങൾ പിന്തുടരുന്ന ചിഹ്നങ്ങളെക്കുറിച്ചും പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കും എന്നുറപ്പാണ്. ശരിയാണ്. വ്യക്തിപരമായ ഒരു ആത്മീയ അനുഭവം എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കുന്നത് എന്ന് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ചരിത്രരേഖകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കത്തുകളും ഫ്രാൻസ് പോലുള്ള പുസ്തക നിരൂപണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനായി ആശ്രയിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം, അല്ലേ? ഈ കഥ തുടങ്ങുന്നത് മൈക്കൽ ഗാരിഗോയിറ്റ്സ് എന്ന വ്യക്തിയിൽ നിന്നാണ്. 1797-ൽ ഫ്രഞ്ച് വിപ്ലവം കൊടുമ്പിരിക കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സ്പെയിൻ അതിർത്തിയോട് ചേർന്നുള്ള ബാസ്ക് പ്രദേശത്തായിരുന്നു ജനനം. അതെ, ബാസ്ക് പ്രദേശത്ത് വിപ്ലവകാരികളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയിരുന്ന പുരോഹിതന്മാരെ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ വീട്ടിലെ ഒരു സാഹചര്യം. എപ്പോഴും ഒരുതരം ഭയവും ജാഗ്രതയുമുള്ള ഒരു അന്തരീക്ഷം. അതെ. സാധാരണയായി ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നൊരു കുട്ടി വളരെ ശാന്തനും ഉൾവലിഞ്ഞവനുമൊക്കെ ആകേണ്ടതാണ്. എന്നാൽ മൈക്കലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു കാട്ടുകുതിരയുടെ ചിത്രമാണ്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത അപാരമായ ഊർജ്ജമുള്ളൊരു കാട്ടുകുതിര. ശരിക്കും ആ കാട്ടുകുതിര എന്ന ഉപമ ഇവിടെ വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ടാൽ ആർക്കും അത് മനസ്സിലാകും. അല്ലേ? ഞാൻ വായിച്ച വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ 4-ാമത്തെ വയസ്സിൽ അയൽക്കാരനെ കല്ലെറിയുന്നു. 5-ാമത്തെ വയസ്സിൽ ഒരു കച്ചവടക്കാരനിൽ നിന്ന് സൂചികൾ മോഷ്ടിക്കുന്നു. അതുമാത്രല്ല, 11-ാം വയസ്സിൽ തന്നെ ശിക്ഷിച്ച സ്വന്തം അധ്യാപകനെ തല്ലാൻ വരെ അദ്ദേഹം പോകുന്നുണ്ട്. ഓ, സ്വന്തം അധ്യാപകനെ തല്ലാൻ പോയ ഈ മുൻകോപിയായ കുട്ടി എങ്ങനെയാണ് പിന്നീട് ശാന്തനായൊരു വിശുദ്ധനായി മാറിയത്? എനിക്കിത് ശരിക്കുമൊരു ഒരു സൂപ്പർ ഹീറോയുടെ ഉത്ഭവകഥ പോലെയാണ് തോന്നുന്നത്. അനിയന്ത്രിതമായൊരു ശക്തിക്ക് എവിടെ നിന്നോ ഒരു വലിയ നിയന്ത്രണം ലഭിച്ചതുപോലെ. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ അദ്ദേഹത്തിന്റെ ആ ഊർജത്തെ ആരും തല്ലിക്കെടുത്തില്ല എന്നതാണ്. പകരം അതിന് ശരിയായ ഒരു ദിശ നൽകുകയാണ് ചെയ്തത്. ഈ കുതിരയുടെ വായ്ക്കുള്ളിൽ വീണ ആദ്യത്തെ കടിഞ്ഞാൺ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു എന്ന് പറയാം. അമ്മ എങ്ങനെയാണ് ആ കുട്ടിയെ മാറ്റിയത്? ഈ കുട്ടിയുടെ ദേഷ്യവും കുസൃതിയും കണ്ട് ഭയന്ന അവർ നിരന്തരം നരകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. നരകത്തിലെ തീയേക്കാൾ ഭയാനകമാണ് നീ ചെയ്യുന്ന പാപങ്ങൾ എന്നവർ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോ ആ ഒരു ഭയം അദ്ദേഹത്തെ ഒന്ന് ശാന്തനാക്കി എന്ന് പറയാം. അതെ. എന്നാൽ പിന്നീട് കൗമാരപ്രായത്തിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ ഓണിക്സ് എന്ന സ്ഥലത്തുവെച്ചുണ്ടായ ഒരു വലിയ ആത്മീയ അനുഭവമാണ് ആ കുതിരയുടെ കടിഞ്ഞാൺ പൂർണ്ണമായും ഏറ്റെടുത്തത്. ആ എക്സ്റ്റസി ഓഫ് ഓണിക്സ് എന്ന് പറയുന്ന സംഭവം. കൃത്യം. പെട്ടെന്നൊരു പ്രകാശം തന്നെ പൊതിയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ഒരു പുരോഹിതനാകണമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശക്തമാവുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അതായത് ആ ഹുന നീ എന്ന് പറയുന്ന മനോഭാവം. അതെ, ഞാനിതാ അഥവാ ബാസ്ക് ഭാഷയിൽ ഹുന നീ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മനോഭാവം. തന്റെ ഉള്ളിലെ ആ വലിയ വിമത സ്വഭാവത്തെയും മുൻകോപത്തെയും അപ്പടി തന്നെ അദ്ദേഹം തികഞ്ഞ അനുസരണമാക്കി മാറ്റി. അപ്പോ അദ്ദേഹം തന്റെ ഊർജ്ജം മുഴുവൻ ഒന്നിന് കീഴടങ്ങാനായി ഉപയോഗിച്ചു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. ആ അനുസരണം എത്രത്തോളമായിരുന്നു എന്ന് ചോദിച്ചാൽ, പിന്നീട് അദ്ദേഹം ഒരു പുരോഹിതനായി, സ്വന്തമായി ഒരു സന്യാസ സഭയൊക്കെ സ്ഥാപിച്ചു.
വർഷങ്ങളെടുത്ത് അദ്ദേഹം അതിനൊരു നിയമാവലി ഉണ്ടാക്കി. എന്നാൽ അന്നത്തെ ബിഷപ്പ് സ്വന്തം ഇഷ്ടപ്രകാരം ആ നിയമങ്ങൾ മുഴുവൻ വെട്ടിത്തിരുത്തി. അതായത് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിയമങ്ങൾ ബിഷപ്പ് ഒറ്റയടിക്ക് മാറ്റി. സാധാരണഗതിയിൽ ആ പഴയ മുൻകോപിയായ മൈക്കിളായിരുന്നെങ്കിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായേനെ. അല്ലേ? തീർച്ചയായും. എന്നാൽ അദ്ദേഹം യാതൊരു എതിർപ്പുമില്ലാതെ, ഒരു ചോദ്യം പോലും ചോദിക്കാതെ അത് അംഗീകരിച്ചു. വലിയൊരു ലക്ഷ്യബോധത്തിലൂടെ സ്വയം മെരുക്കിയെടുത്തൊരു കാട്ടുകുതിരയായി അദ്ദേഹം മാറിയിരുന്നു. അന്ധമായ അനുസരണമായിരുന്നു അദ്ദേഹത്തിന്റെ വഴി. ഇവിടെയാണ് എനിക്ക് ചെറിയ ചില സംശയങ്ങൾ വരുന്നത്. സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം ഈ അനുസരണവും കീഴടങ്ങലും ശീലിച്ചു. അത് വലിയ കാര്യമാണ്. എന്നാൽ ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങളില്ലേ? അതായത് അദ്ദേഹത്തിന്റെ കത്തുകളിലെ ഉപദേശങ്ങൾ. അതെ. 1825 മുതൽ 1833 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് അയച്ച കത്തുകൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. തളർവാദം ബാധിച്ച ക്യാമ്പോയിലെ ഒരു പുരോഹിതന് അദ്ദേഹം വളരെ ആശ്വാസം നൽകുന്ന കത്തുകൾ എഴുതുന്നുണ്ട്. അവിടെ പ്രശ്നമൊന്നുമില്ല. ശരിയാണ്. എന്നാൽ ആത്മീയവും മാനസികവുമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. സ്വന്തം കുമ്പസാരക്കാരനെ ഇടയ്ക്കിടെ മാറ്റാതിരിക്കുക, എന്ത് സംഭവിച്ചാലും അതേ പിതാവേ അഥവാ ഈറ്റാ പാറ്റർ എന്ന് എപ്പോഴും പറയാൻ ശീലിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഒന്ന് നിൽക്കൂ, ഇതൊന്ന് വ്യക്തമാക്കാമോ? ഇക്കാലത്ത് ദുർബലരായ സ്ത്രീകളോട് എന്ത് സംഭവിച്ചാലും അതേ പിതാവേ എന്ന് പറയാനും അധികാരത്തെ അന്ധമായി അനുസരിക്കാനും പറയുന്നത് വലിയൊരു അബദ്ധമല്ലേ? ഇതവരെ ചൂഷണം ചെയ്യാൻ വലിയൊരു അവസരമൊരുക്കില്ലേ? ഈ ഉപദേശം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്ര വലിയ വിപ്ലവകരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നത്? വളരെ സ്വാഭാവികമായൊരു സംശയമാണത്. ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതൊരു അപകടകരമായ ഉപദേശമായി തോന്നാം. എന്നാൽ നമ്മൾ 19ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലത്തെ സാമൂഹിക സാഹചര്യം അല്ലേ? അതെ. അക്കാലത്ത് അവിടെ ജാൻസനിസം എന്നൊരു കഠിനമായ ചിന്താഗതിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. മനുഷ്യരെ എപ്പോഴും ഭയപ്പെടുത്തി നിർത്തുന്ന, സ്വന്തം അയോഗ്യതകളെക്കുറിച്ച് കുറ്റബോധം കുത്തിവെക്കുന്ന ഒന്നായിരുന്നു അത്. ഓ, എന്നുവെച്ചാൽ ദൈവം എപ്പോഴും ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നുള്ള ആ ചിന്ത. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ദൈവം സ്നേഹസമ്പന്നനല്ല, മറിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാൻ എപ്പോഴും ഒരു വടിയുമായി കാത്തിരിക്കുന്ന ഒരു ന്യായാധിപനാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഈ ചിന്ത കാരണം മനുഷ്യർക്കെപ്പോഴും വലിയ കുറ്റബോധവും ഉത്കണ്ഠയുമായിരുന്നു. തങ്ങൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യരല്ല എന്നവർ വിശ്വസിച്ചു. ഇതിനൊരു മറുമരുന്നാണ് മൈക്കൽ ഗാരിഗോയിറ്റ്സ് തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഭയത്തെ മറികടക്കാനാണ് അദ്ദേഹം അവരോട് ശാന്തരാകാനും അനുസരിക്കാനും പറയുന്നതല്ലേ? അതെ. സ്വന്തം മനസ്സിനോട് യുദ്ധം ചെയ്ത് തളർന്ന മനുഷ്യരോടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം പീഡിപ്പിക്കുന്നത് നിർത്തൂ എന്ന്. നിങ്ങളുടെ കുമ്പസാരക്കാരനെ മാറ്റി പരീക്ഷിച്ച് കൂടുതൽ ആശയക്കുഴപ്പത്തിലാകരുത്, പകരം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് സമാധാനമായി ഇരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായി. അതിനായി അദ്ദേഹം അവർക്ക് കാണിച്ചുകൊടുത്ത ഒരു വലിയ പ്രതീകമായിരുന്നു തിരുഹൃദയം. ഭയപ്പെടുത്തുന്ന ആ ദൈവത്തിനു പകരം ചോരയൊലിക്കുന്ന, മനുഷ്യർക്കായി മിടിക്കുന്ന അനന്തമായ സ്നേഹമുള്ള ഒരു ഹൃദയം. ആ തിരുഹൃദയത്തിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്താനാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. ഓ, അപ്പോൾ അതൊരു ആത്മീയ ഉപദേശം എന്നതിലുപരി ഭയത്തിൽ ജീവിച്ച ഒരു ജനതയ്ക്ക് നൽകിയ വലിയൊരു സൈക്കോളജിക്കൽ റിലീഫായിരുന്നു എന്ന് പറയാവല്ലേ? വളരെ മനോഹരമായൊരാശയം. ശരിക്കും അതൊരു മനഃശാസ്ത്രപരമായ ചികിത്സയായിരുന്നു സത്യത്തിൽ. എന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ച ആ വലിയ ചോദ്യം ഇവിടെ വീണ്ടും വരുന്നു. മനുഷ്യരുടെ ആന്തരിക സമാധാനത്തിനായി, ഈ ഭയം അകറ്റാനായി മൈക്കിൾ ഉപയോഗിച്ച ഈ തിരുഹൃദയം എങ്ങനെയാണ് ഫ്രാൻസിന്റെ തിരുവുകളിലെ പോരാട്ടങ്ങളുടെ ചിഹ്നമായി മാറിയത്? അവിടെയാണ് രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ വരുന്നത്. സമാധാനത്തിന്റെ ഒരു ചിഹ്നമെടുത്ത് ഒരു യുദ്ധ ടാങ്കിൽ വലിയ അക്ഷരത്തിൽ വരച്ചുവെക്കുന്നതുപോലെയാണിത്. തികച്ചും വിപരീതമായ രണ്ട് കാര്യങ്ങൾ. എച്ച്. ഫ്രാൻസ് പുസ്തക നിരൂപണത്തിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഈ തിരുഹൃദയ ഭക്തിക്ക് വളരെ വലിയൊരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട്. അതെ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാവുന്നത്. തിരുഹൃദയം എന്ന ആശയം 17ാം നൂറ്റാണ്ടിൽ മാർഗരറ്റ് മേരി അലാക്കോക്കിന് ലഭിച്ച ചില ദർശനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ആരംഭിക്കുന്നത്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവകാലമായപ്പോഴേക്കും ഇതിന്റെ അർത്ഥം പൂർണ്ണമായും മാറി. നമ്മൾ ഓർക്കേണ്ടത്, ഫ്രഞ്ച് വിപ്ലവം എന്നത് മതസ്ഥാപനങ്ങൾക്കും രാജവാഴ്ചയ്ക്കുമെതിരെയുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭമായിരുന്നു.
ഇതിനെതിരായി പൊരുതിയ രാജഭരണ അനുകൂലികൾ അഥവാ റോയലിസ്റ്റുകൾ ഒരുമിച്ചു നിന്നത് ഈ തിരുഹൃദയം എന്ന ചിഹ്നത്തിന് കീഴിലാണ്. അതായത് അവർ ഈ സമാധാനത്തിന്റെ ചിഹ്നത്തെ ഒരു പ്രതിരോധ ആയുധമാക്കി. അതെ, വാൻഡേ എന്ന സ്ഥലത്തെ പോരാളികൾ തങ്ങളുടെ വസ്ത്രങ്ങളിൽ ഈ ഹൃദയത്തിന്റെ ചിത്രം തുന്നിച്ചേർത്ത് യുദ്ധത്തിനിറങ്ങി. പിന്നീട് പാപ്പൽ സൈന്യവും ഇത് തങ്ങളുടെ നെഞ്ചിലേറ്റി യുദ്ധം ചെയ്തു. മൈക്കിളിന്റെ ആ സമാധാനത്തിന്റെ പ്രതീകം യാഥാസ്ഥിതികരുടെ യുദ്ധക്കടിയായി മാറുകയായിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിശകലനത്തിൽ നമ്മൾ യാതൊരുവിധ രാഷ്ട്രീയ പക്ഷവും പിടിക്കുന്നില്ല എന്നതാണ്. വിപ്ലവകാരികളാണോ ശരി, അതോ രാജഭരണ അനുകൂലികളാണോ ശരിയെന്ന് നമ്മൾ വിലയിരുത്തുന്നില്ല. തീർച്ചയായും നമ്മളത് ചെയ്യുന്നില്ല. മറിച്ച് സ്രോതസ്സുകളിൽ പറയുന്ന ആ ചരിത്രപരമായ മാറ്റം എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചിഹ്നത്തെ അവർ എങ്ങനെ ഉപയോഗിച്ചു എന്നത് ശരിക്കും ഭയങ്കര കൗതുകകരമാണ്. അതെ, ഈ മാറ്റത്തിന്റെ തോത് എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ കാലഘട്ടത്തിലെ വലിയ ചിത്രത്തിലേക്ക് നോക്കണം. 1870 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ ഫ്രാൻസ് വലിയ പരാജയം ഏറ്റുവാങ്ങി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ രക്തച്ചൊരിച്ചിലും ഈ യുദ്ധപരാജയവുമെല്ലാം ഫ്രാൻസ് ചെയ്ത പാപങ്ങളുടെ ഫലമാണെന്ന് അവിടുത്തെ യാഥാസ്ഥിതിക മതനേതൃത്വവും രാഷ്ട്രീയക്കാരും വിശ്വസിച്ചു. അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു. എന്നിട്ട് അതിനൊരു പരിഹാരം അവർ കണ്ടെത്താൻ ശ്രമിച്ചില്ലേ? അതെ, ഫ്രാൻസിന്റെ ഈ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ദേശീയ വീണ്ടെടുപ്പിനായി അവർ പാരീസിലെ ഏറ്റവും ഉയർന്ന കുന്നിൻ മുകളിൽ ഒരു വലിയ പള്ളി പണിയാൻ തീരുമാനിച്ചു. അതാണ് പ്രശസ്തമായ സാക്രേ-കോർ ബസിലിക്ക. ആധുനിക റിപ്പബ്ലിക്കൻ ആശയങ്ങളെ നേരിടാൻ തിരുഹൃദയത്തെ വളരെ പൗരുഷമുള്ള, ധീരമായ, വീര്യം തുളുമ്പുന്ന ഒരു മതചിഹ്നമായി അവർ ബോധപൂർവം മാറ്റിയെടുത്തു. യുദ്ധഭൂമിയിൽ ജീവൻ വെടിഞ്ഞ ധീരന്മാരുമായി ഈ ചിഹ്നത്തെ അവർ ചേർത്തുവെച്ചു. അപ്പോൾ അതായത് ആ മൃദുലമായ ഹൃദയത്തെ അവരൊരു സൈനികന്റെ നെഞ്ചിലെ കവചമാക്കി മാറ്റിയെന്ന് പറയാം. ആ ബസിലിക്കയിലെ ചിത്രങ്ങൾ നോക്കിയാൽ ശരിക്കും ആ ഒരു പൗരുഷം നമുക്ക് കാണാൻ സാധിക്കും. വലിയ വീരത്വം തുളുമ്പുന്ന, പേശീബലമുള്ള പുരുഷന്മാരുടെ രൂപങ്ങളാണ് അവിടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട് കാണിച്ചിരിക്കുന്നത്. ശരിക്കും തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയായിരുന്നു അത്. എന്നാൽ എനിക്കിവിടെ വലിയൊരു സംശയം തോന്നുന്നുണ്ട്. ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ഈ തിരുഹൃദയത്തെ ഒരു പൗരുഷമുള്ള യുദ്ധചിഹ്നമായി ഉയർത്തിക്കാട്ടിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങള്, പ്രത്യേകിച്ച് വീടുകളിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളും മറ്റും ഇതിനെ എങ്ങനെയാണ് കണ്ടത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. അവർ ഈ മിലിറ്ററി വേർഷൻ അപ്പടി സ്വീകരിച്ചോ? കാരണം സ്രോതസ്സുകൾ പറയുന്നത് സാധാരണക്കാരുടെ വീടുകളിൽ പ്രചരിച്ചിരുന്നത് ഇതിന് കടകവിരുദ്ധമായ ഒരു ക്രിസ്തുരൂപമായിരുന്നു എന്നാണ്. സെന്റ് സുൽപ്പിസ് ക്രിസ്തുരൂപം എന്നാണത് അറിയപ്പെടുന്നത്. ആ സാക്രേ-കോറിലെ വീരനായകനായ ക്രിസ്തുവിന് പകരം വലിയ കണ്ണുകളുള്ള, വളരെ മൃദുലമായ കൈകളുള്ള, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയുള്ള വളരെ വികാരഭരിതമായ ഒരു രൂപമായിരുന്നു ഇത്. സാധാരണ ഭക്തർ ഏതു രൂപത്തെയാണ് കൂടുതൽ നെഞ്ചിലേറ്റിയത്? യുദ്ധവീര്യമുള്ള തിരുഹൃദയത്തെയോ അതോ ഈ മൃദുലമായ രൂപത്തെയോ? നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗവും. മതനേതാക്കൾക്കും രാഷ്ട്രീയക്കാർക്കും ഒരു ചിഹ്നത്തെ തങ്ങളുടെ ഇഷ്ടാനുസരണം രൂപപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഏത് പതിക്കുമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. അത് ശരിയാണ്. സാക്രേ-കോർ പണിതുയർത്തിയവർ ഇതിനെ ഒരു ദേശീയ പ്രായശ്ചിത്തത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പ്രതീകമാക്കാൻ ശ്രമിച്ചെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ അത് സ്വീകരിച്ചത് തികച്ചും വൈകാരികമായൊരു തലത്തിലാണ്. അവർക്ക് വേണ്ടിയിരുന്നത് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു പോരാളിയെയല്ല, മറിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ആ വലിയ കണ്ണുകളുള്ള സെന്റ് സുൽപ്പിസ് രൂപത്തെയാണ്. അപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചത് ആ സ്നേഹത്തിന്റെ രൂപം തന്നെയായിരുന്നു. രാമെന്ന രാഷ്ട്രീയക്കാരുടെ മോഹം പൂർണ്ണമായും പരാജയപ്പെട്ടു. ആ രാഷ്ട്രീയ പോരാട്ടം അവിടെ അവസാനിച്ചു. എന്നാൽ സാധാരണക്കാർക്കിടയിൽ ഈ വികാരഭരിതമായ, മൃദുലമായ തിരുഹൃദയ ഭക്തി കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചു. ഭരണാധികാരികൾ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് പരാജയപ്പെട്ട സ്ഥലത്ത് മൈക്കിൾ ഗാരിക്കോയിറ്റ്സ് തുടക്കത്തിൽ വിഭാവനം ചെയ്തതുപോലെയുള്ള ഒരു വൈകാരികമായ ആശ്രയമെന്ന നിലയിൽ ജനമനസ്സുകളിൽ ഈ ചിഹ്നം വിജയിച്ചു. എത്ര വിചിത്രമാണല്ലേ! ഒരു ചിഹ്നത്തിന് എത്ര പെട്ടെന്നാണ് പല അർത്ഥങ്ങൾ കൈവരുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് മൈക്കിൾ ഗാരിക്വിറ്റ്സിന്റെ വ്യക്തിപരമായ ആത്മീയതയും അത് ഫ്രാൻസിന്റെ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളുമാണ്. എന്നാൽ ഇപ്പോൾ ആ ചിഹ്നങ്ങളുടെ ലോകത്തുനിന്ന് നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ സ്വന്തം പൈതൃകത്തിലേക്കും അത് ഇന്നെത്തി നിൽക്കുന്ന ഭയാനകമായ ഒരവസ്ഥയിലേക്കും മടങ്ങാം. വളരെ ഇരുണ്ട ഒരു യാഥാർത്ഥ്യമാണത്.
പ്രീസ്റ്റ്സ് ഓഫ് ബേദറാം എന്ന സഭയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നത്. വലിയ സ്നേഹവും അനുസരണവും അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ഈ സഭ കെട്ടിപ്പടുത്തത്. ഇതിന്റെ പേരിനു പിന്നിൽ തന്നെ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ബേദറാം എന്ന വാക്കിനർത്ഥം മനോഹരമായ കൊമ്പ് എന്നാണ്. ശരിയാണ്. പുഴയിൽ മുങ്ങിമരിക്കാൻ പോയ ഒരു പെൺകുട്ടിയെ മാതാവ് ഒരു കൊമ്പ് നീട്ടി രക്ഷിച്ചെന്നാണ് വിശ്വാസം. അതുപോലെ ലൂർദിലെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ബെർണാഡറ്റ് സുബീരസിനെ മൈക്കിൾ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നിയ ദുർബലർക്ക് താങ്ങാവുന്ന ഒരു പ്രസ്ഥാനമായാണ് നമ്മളിതിനെ കാണുന്നത്. എന്നാൽ ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ഇരുണ്ട വഴിത്തിരിവ് നമ്മെ കാത്തിരിക്കുന്നത്. 2025-ൽ, അതായത് ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ആ വാർത്തകൾ ശരിക്കും അവിശ്വസനീയമായിരുന്നു. ഫ്രാൻസിലെ നോത്രദാം ഡി ബേത്രാം സ്കൂളിൽ 1957 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളെയും ലൈംഗികാതിക്രമങ്ങളെയും കുറിച്ചന്വേഷിക്കാൻ ഒരു ബേത്രാം കമ്മീഷൻ തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളോളം കുട്ടികൾ അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. സ്നേഹത്തിന്റെ പാതയിൽ ആത്മീയമായ സമാധാനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം, അതും പതിറ്റാണ്ടുകളോളം, എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ ഞെട്ടലാണ്. എന്നാൽ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വളരെ വ്യക്തമായ ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണം കൂടിയാണിത്. നമ്മൾ നേരത്തെ മൈക്കിൾ ഗാരിക്കോയിറ്റ്സ് എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണമായി കണ്ടതെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആ അന്ധമായ അനുസരണം തന്നെയല്ലേ? അതെ, ബിഷപ്പ് നിയമം മാറ്റിയപ്പോൾ പോലും ഒരക്ഷരം മിണ്ടാതെ അനുസരിച്ച ആ കാട്ടുകുതിര. എന്നാൽ ആ അനുസരണം മൈക്കിൾ എന്ന വ്യക്തിയുടെ മാത്രം പുണ്യമായിരുന്നു. പ്രശ്നം തുടങ്ങുന്നത് ഈ വ്യക്തിപരമായ പുണ്യം ഒരു വലിയ സ്ഥാപനത്തിന്റെ അടിസ്ഥാന നിയമമായി മാറുമ്പോഴാണ്. എന്നുവെച്ചാൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലാത്ത അവസ്ഥ. കൃത്യം. തികഞ്ഞ അനുസരണയിൽ കെട്ടിപ്പടുത്തിയ ഒരു സ്ഥാപനത്തിൽ മുകളിലിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അവിടെ അധികാരം പൂർണ്ണമായും അന്ധമായി മാറുന്നു. ദശാബ്ദങ്ങളോളം ആ സ്കൂളിൽ പീഡനങ്ങൾ നടന്നിട്ടും അത് പുറത്തു വരാതിരുന്നതെന്തുകൊണ്ടാണ്? കാരണം അവിടെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലായിരുന്നു. ഓ, അതായത് എന്ത് സംഭവിച്ചാലും അതേ പിതാവേ എന്ന് പറയാൻ പഠിപ്പിച്ച ആ രീതി. അതെ, അതെ. ആത്മീയത പിന്നീട് ഇരകൾക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധം നിശബ്ദത അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ആയുധമായി മാറി. വ്യക്തിപരമായ തലത്തിൽ സമാധാനം നൽകിയ അന്ധമായ അനുസരണം ഒരു സിസ്റ്റം എന്ന നിലയിൽ വലിയ തെറ്റുകൾ മൂടിവെക്കാനുള്ള മറയായി മാറുകയായിരുന്നു. സ്നേഹത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെ ഒരു കോട്ടയായി മാറിയതിന്റെ ദുരന്തമാണിത്. എത്ര ഭയാനകമായ ഒരു വൈരുദ്ധ്യമാണിത്! നമ്മൾ എവിടെയാണ് തുടങ്ങിയതെന്ന് നോക്കൂ. സ്പെയിൻ അതിർത്തിയിലെ ഒരു ബാസ്ക് ഗ്രാമത്തിൽ അങ്ങേയറ്റം മുൻകോപിയായ ഒരു കുട്ടിയായി തുടങ്ങി അവൻ തന്റെ ഊർജത്തെ തികഞ്ഞ അനുസരണമാക്കി മാറ്റുന്നു. ആ അനുസരണത്തിലൂടെ അവൻ കണ്ടെത്തിയ ആശ്വാസം തിരുഹൃദയം എന്ന ചിഹ്നത്തിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. എന്നാൽ ആ ജനകീയ ചിഹ്നത്തെ അധികാരികൾ റാഞ്ചിയെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള യുദ്ധക്കൊടിയാക്കി മാറ്റുന്നു. ജനങ്ങൾ തങ്ങളുടെ വൈകാരികമായ ആവശ്യത്തിനായി ആ ചിഹ്നത്തെ മറ്റൊരു രൂപത്തിൽ തിരികെ പിടിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭയുടെ ചുവരുകൾക്കുള്ളിൽ അതേ അനുസരണം എന്ന പുണ്യം ഉപയോഗിച്ച് ദശാബ്ദങ്ങളോളം ക്രൂരതകൾ മറച്ചുവെക്കപ്പെടുന്നു. ശരിക്കും ഒരു വല്ലാത്ത ചരിത്രമാണിത്. ഒരു കാട്ടുകുതിരയെപ്പോലെ കുതിച്ചുപാഞ്ഞ ആ വ്യക്തി സമാധാനം കണ്ടെത്തിയപ്പോൾ ചരിത്രവും സ്ഥാപനങ്ങളും ആ സമാധാനത്തെ എങ്ങനെയാണ് സ്വന്തം താൽപ്പര്യങ്ങൾക്കായി തിരിച്ചുവിട്ടത് എന്നത് നമ്മെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. ആശയങ്ങൾക്കും ചിഹ്നങ്ങൾക്കും, എന്തിന് നമ്മുടെ സദ്ഗുണങ്ങൾക്ക് പോലും അവരുടേതായ ഒരു ജീവിതമുണ്ട്. വളരെ ആത്മാർത്ഥമായ ലക്ഷ്യത്തോടെ, ശുദ്ധമായ മനസ്സോടെ തുടങ്ങുന്ന കാര്യങ്ങൾ പോലും അത് സൃഷ്ടിച്ചവരുടെ കൈകളിൽ നിന്ന് വഴുതിമാറി തികച്ചും വിപരീതമായ അർത്ഥങ്ങൾ കൈവരിച്ചേക്കാം. ആത്മീയതയും സ്നേഹവും എങ്ങനെ അധികാരമായി ചൂഷണമായി മാറുന്നു എന്നത് ഏതു കാലത്തും ഏതു സമൂഹത്തിലും പ്രസക്തമായ ഒരു പാഠമാണ്. തീർച്ചയായും. ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മൈക്കിൾ ഗാരിക്കോയിറ്റ്സ് എന്നൊരു സന്യാസിയുടെ ആത്മീയ ദർശനം ഒരു രാജ്യത്തിന്റെ യുദ്ധക്കൊടിയായി മാറാമെങ്കിൽ, തികഞ്ഞ അനുസരണം ലക്ഷ്യമാക്കി അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയിൽ
പതിറ്റാണ്ടുകളോളം വലിയ ക്രൂരതകൾ ആർക്കും സംശയം തോന്നാത്ത വിധം മറച്ചുവെക്കപ്പെടാമെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന, നമ്മൾ കണ്ണടച്ചു വിശ്വസിക്കുന്ന പല ചിഹ്നങ്ങളും സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ ആരുടെ താൽപ്പര്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നിങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന ആ ചിഹ്നങ്ങളുടെ യഥാർത്ഥ അർത്ഥം തീരുമാനിക്കുന്നത് നിങ്ങളാണോ അതോ നിങ്ങളെ നിയന്ത്രിക്കുന്നവരോ? നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ കാട്ടുകുതിരയെ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ മെരുക്കുന്നത്? ഈ വലിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കായി വെക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒപ്പം നിന്നതിന് നന്ദി. വാസ്തവങ്ങൾക്കും ചരിത്രത്തിനുമൊപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.